ഭഗവതിയുടെ അമ്പലത്തിൽ ഒന്ന് മുരുകനെ വിളിക്കേ. എന്താ കഥ? ഹരഹരോ ഹരഹര. ആ തെച്ചിക്കാട്ടിലെ അമ്മയ്ക്ക് ഭ്രാന്താണോ? അല്ല, വട്ട. ഓഹോ. തെച്ചിക്കാട്ടിലെ യശോദരമ്മ എന്ന് പറഞ്ഞ അതൊരു സംഭവ. എന്ന് വെച്ചാൽ തെച്ചിക്കാട്ടിലെ അച്യുതൻകുട്ടിയുടെ ചെറിയമ്മയ്ക്ക് എന്താ അസുഖം എന്ന് ചോദിച്ചാ എന്താ പറയാ? അല്ല, എന്താ പറയാ? വട്ട് അല്ല, ഒരു തരം ഭ്രാന്ത്. ആരാണ്ട തള്ളയ്ക്ക് ഭ്രാന്തളകിയ കാണാൻ നല്ല ചേലാന്ന് പറയരുത് മോനെ. മനസ്സിലേടെ പട്ടി. ഹരഹരോ ഹരഹര ഹരഹരോ ഹരഹര ഹരഹരോ ഹരഹര ഹരഹരോ ഹരഹര. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാരാമ രാമ ശ്രീരാമ രാമ രാമ. എന്റെ അമ്മ ഒന്ന് പതുക്കെ. എന്നും രാവിലെ ഇരുന്ന് പാടിക്കോളൂ മനുഷ്യന്റെ ഉറക്കം കളയാനായിട്ട്. എടീ ഭദ്രേ, ചായ പേപ്പറും. ഓ, തെച്ചിക്കാട്ട് അച്യുതൻകുട്ടി ഇന്ന് ഇത്തിരി നേരത്തെയാണല്ലോ. എവിടേക്കാ അമ്മമ്മേ? പുറത്തെ തിണ്ണയിലിരുന്ന അത്തിരി ഇളവയില് കിട്ടും. ഞാൻ പിടിക്കാം. ഉമ്മറത്തേക്ക് പോണെങ്കി എന്നെ വിളിക്കാറുന്നില്ലേ? എവിടെയെങ്കിലും തപ്പി തെരഞ്ഞു വീണാലോ? നിന്നെ എന്തിനൊക്കെയാ വിളിക്കുക? ഇവിടുത്തെ ഒരു ചോട് പണി കഴിഞ്ഞിട്ട് വേണ്ടേ നിനക്ക് പണി സ്ഥലത്തേക്ക് എത്താൻ? അന്നൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാ ഇടവപ്പായ തുടങ്ങി ഭൂമി തണുത്തു വെച്ചാ പിന്നെ തുടങ്ങായി രാവിലെ എണ്ണ തേച്ചു കുഴി കഴിഞ്ഞാ പിന്നെ നവധാന്യ കഞ്ഞിയാണ് എന്ന് വെച്ചാ 9 തരം ധാന്യങ്ങളിട്ട് തയ്യാറാക്കണേ. ഉണ്ണണ നേരാവണവരെ അവനുള്ളിൽ കിടക്കും. അങ്ങനെ ഭക്ഷണം കഴിച്ചിരുന്ന ആളുകളൊക്കെ മരിച്ചത് നന്നായി. അല്ലെങ്കിൽ ക്ഷീണകാലത്ത് പിടിച്ചു നിൽക്കാൻ പറ്റുമോ? ചായ. ഉമ്മറത്തേക്ക് ചായ കൊണ്ടുവരുമ്പം ആരൊക്കെ ഉണ്ട് അവിടെ എന്ന് അറിയണം. ഇതിപ്പോ ഗോപാലനായോണ്ട് കുഴപ്പമില്ല. ചായ ആണെങ്കിൽ വെറുതെ ഒന്ന് കുടിക്കാം. അങ്ങനെ വെറുതെ കുടിക്കാൻ നല്ലത് പച്ചവെള്ള. ആർക്കും ബുദ്ധിമുട്ടില്ല. എന്ത് ചായടി ഇത്? ഒട്ടും മുഴുപ്പില്ല പാലിന്. അതെ വല്യമ്മേ, ചായ ഉണ്ടാക്കാൻ വല്യമ്മയുടെ അത്ര ഇവിടെ ആരും പോരില്ല. ഞാൻ വളരെ മോശ. അത് അവളൊന്നു വെച്ചതാ. എനിക്ക് എന്റെ സ്വന്തം വീട്ടിലേക്ക് പോയിക്കൂടേന്ന് അതിന്റെ ധ്വനി. അല്ല, സത്യത്തിൽ എന്തിനാ ഇവിടെ വന്ന് കൂടണത്? ഭാഗം വെപ്പും വേർതിരിക്കലും ഒക്കെ കഴിഞ്ഞല്ലേ? എന്റെ അമ്മയെ ഉടപ്പറന്ന കുട്ടികളും എങ്ങനെ കഴിയുന്നു എന്ന് ഇടയ്ക്കൊന്ന് വന്ന് നോക്കണ്ടോ? ഓഹോ, അപ്പൊ ചെക്കിങ്ങിന് വരുന്നതാണ്. സദ്ദാം ഹുസൈൻ ഒരു നിരന്തര ശല്യക്കാരൻ. ജോർജ് ബുഷ്. ഹലോ. അല്ല, ഭാമ ഉണ്ടായിരുന്നോ? ഇന്നലെ പോയില്ലോ. ആ, ഹോസ്റ്റലിൽ വിളിച്ചു നോക്കൂ. ശരി ശരി, വെക്കട്ടെ. ഹരഹരോ ഹരഹര ഹരഹരോ ഹരഹര ഹരഹരോ. യശോദരെ, എന്താ നീ കാട്ടണേ? ആരാ നിന്നോട് പറഞ്ഞേ കുളത്തിൽ പോയി മുങ്ങാൻ? ഒരു വിളി വന്നു. പഴനിമലയിൽ നിന്ന് സാക്ഷാൽ സുബ്രഹ്മണ്യൻ. 31 നാൾ വ്രതം. എന്നിട്ട് മല കയറി ചെന്ന് ദർശനം. ഹരഹരോ ഹരഹര. എവിടെയെങ്കിലും പോയി അടങ്ങിയിരുന്നോണം. ഒന്നും കൊണ്ടുപോയി കിണറ്റി കൊണ്ടിടരുത്. അച്ചോൻകുട്ടിയുടെ കയ്യിന്ന് കഴിഞ്ഞോണ കിട്ടിയ ഓർമ്മയുണ്ടല്ലോ. അവന് ഞാനൊരു സമ്മാനപ്പൊതി വെച്ചിട്ടുണ്ട്. കാർക്കോടകൻ. ഹരഹരോ ഹരഹര ഹരഹരോ ഹരഹര. എന്റെ വരപ്പാ ഇവളെ കൊണ്ടു. അക്കൂസ് വെള്ളം വെക്കുമ്പോ പാത്രം നിറയെ വെച്ചൂടെ? നഴ്സമ്മോട് ഉണ്ടായിരുന്നോ? കുളിമുറി ചൂടുവെള്ളം വേണം. എന്റെ ഷർട്ട് മുണ്ട് ഇസ്തിരിട്ട് വെച്ചിട്ടുണ്ടോ? രാവിലെ തൃശ്ശൂർക്ക് പോണം. ഇതിനെല്ലാം ഞാൻ ഒരുത്തില്ലേ ഉള്ളൂ ഇവിടെ. നിനക്ക് 2 ദാസികളെ ശമ്പളത്തിന് വെക്കാൻ ഞാൻ. ആ, ഷർട്ടും മുണ്ടും നല്ല വാടി പോലെ കിട്ടിയില്ലെങ്കിൽ എന്റെ വായിന്ന് കേൾക്കുന്നീ. ഇന്ന് ജില്ലാ കമ്മിറ്റി മീറ്റിംഗ് ഉള്ളതാ. അവിടെ എരപ്പ വേഷത്തിൽ ചെന്ന് കയറാൻ പറ്റില്ല. ഇതുപോലുള്ള രാഷ്ട്രീയക്കാരെ മുഴുവനും കൂടി ഇവിടുന്ന് കപ്പൽ കയറ്റി വിടുന്ന ദിവസ ഈ നാടിന് മോക്ഷം കിട്ടുക. ഭദ്രേ, അന്ന് വല്യമ്മാവൻ കത്തി നിൽക്കണ കാലം പൊന്നാനി താലൂക്കില്. ഭദ്രേ, നീ ഇറങ്ങണില്ലേ? ശാരദ എടുത്തിട്ട് 2 മിനിറ്റ് ബസ് അതിന്റെ പാട്ടിന് പോകൂട്ടോ. ഇപ്പൊ വരാം. ശാരദ. ശാരദയെത്തി. എന്താ കുട്ടിയെ, ധർമ്മം വീട്ടില്ലേ? ഇല്ല, ഡ്യൂട്ടിയില്ല. കിഴക്കേടത്ത് അമ്പലക്കുളത്തിൽ ഒരു ശവം പൊങ്ങിയിരിക്കണു അത്രേ. അതാരാപ്പാ? എന്നാലേ ഞാൻ അത് നോക്കിട്ട് വരാം. താൻ അവിടെ തന്നെ നിന്നേടരുത്. അവിടെ വന്ന് വേഗം പറയണം. എന്റെ കുട്ടി ഒന്ന് വേഗം നടക്ക്, ബസ് പോകൂട്ടോ.
ശാരദാർത്തിയെ അറിയോ? താരാത് പ്രകാശ എന്നേ വന്നു നീ? 2 ദിവസമായി. ഇപ്പൊ എവിടെയാ? ബോംബെ തന്നെ. കൂടെയുള്ള ആൾക്ക് എന്നെ ഓർമ്മയുണ്ടാവോ? പിന്നെന്താടോ, ഈ ചെറുവത്താണിയിൽ അന്തസ്സുള്ള ആൺകുട്ടികളൊന്ന് പറയാൻ നീയൊക്കെ തന്നെയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ആ അന്തസ് വിടാതെ തന്നെയാ ഞാനൊരു കല്യാണാലോചനയുമായിട്ട് തെച്ചിക്കാട്ടി ചെന്നത്. സാമാന്യം കേമായിട്ട് ഒരു കുടുംബം പോറ്റാന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ സമ്മതിച്ചില്ലല്ലോ അച്യുതൻകുട്ടിയേട്ടൻ. എന്തോ കാരണം പറഞ്ഞത് ഞാൻ വായനശാലയുടെ മുമ്പിൽ നിന്ന് സിഗരറ്റ് വലിക്കുന്നത് കണ്ടുവെന്നോ അങ്ങനെ എന്തോ. ഒന്നും പറയണ്ട എന്റെ പ്രകാശ. അതിനുശേഷം എത്ര ആലോചനകളാ അവൾക്ക് വന്നത്. ഇങ്ങനൊരു ഏട്ടൻ ഒരു പെൺകുട്ടിക്ക് ഉണ്ടാവരുത്. പോട്ടെ ശാരദാർത്തി, വരട്ടെ. വെറുതെ പറഞ്ഞാട്ടോ, വിഷമിപ്പിക്കാനല്ല. ആ പ്രകാശ, ഭാര്യക്ക് വിശേഷം എന്തെങ്കിലും? വിശേഷത്തിന് 7 മാസമായി. ആഹാ, ശരി എന്നാ. ഈ പറയണതിലും കാര്യമില്ലാതില്ല. അച്യുതൻകുട്ടി വേണ്ടാന്ന് വെച്ചിട്ടും ഓരോ മുട്ടാപ്പോക്ക് പറഞ്ഞ് മുടക്കിയിട്ടും തന്നെയാ നിന്റെ കല്യാണക്കാരി ഇങ്ങനെ നീളണേ. കല്യാണം അങ്ങോട്ട് കഴിഞ്ഞൂന്ന് വെക്കാം. തീരുവോ ശാരദയെടുത്ത് ഈ പ്രശ്നങ്ങള്? അപ്പൊ ലോകത്തിലെ മുഴുവൻ പ്രശ്നങ്ങളും തീർന്നിട്ട് കല്യാണം കഴിക്കാൻ നിൽക്കാ നീ? ലോകത്തിന്റെ അല്ല, എന്റെ വീടെന്ന് പറയണ 3-ാം ലോക രാഷ്ട്രം ഉണ്ടല്ലോ, അവിടുത്തെ പ്രശ്നങ്ങളായി പറയണേ. ഭാമ കോഴ്സ് കഴിഞ്ഞ് വരാൻ ഇനിയിപ്പോ അധികമൊന്നുമില്ല. വന്നിട്ട് കാണാം. അവള് നിന്നെ പോലെ പൊട്ടിയാവില്ല. നിന്നെ പോലെ ഒരു കറവ് പശു ആൻ അവള് നിൽക്കുമെന്ന് കണ്ടെന്നെ അറിയണം. സതീശോ, സമയം 9:15. കിഴക്കോട്ടുള്ള സൂപ്പർ ഫാസ്റ്റ് പോകുന്നുണ്ട്. അതേടാ, മുമ്പിൽ വന്ന് ചാടണ്ട, മോന്ത പൊളിയും. ആ തെച്ചിക്കാട്ടിലെ എക്സ്പ്രസ് അടിച്ച് ചത്താലെന്താ ശാരദയെടുത്തേ? മോനെ, നിനക്ക് അമ്മയും പെങ്ങളും ഇല്ലേന്ന് ഞാൻ ചോദിക്കില്ല. പക്ഷേ അവരോട് പറഞ്ഞ് ശീലിച്ചതേ നാട്ടിലെ പെണ്ണുങ്ങളോട് പറയരുത്. ദാ, ഒരു പോലീസുകാരന്റെ ഭാര്യയാണെന്നുള്ള ദുരഭിമാനം കൊണ്ട് പറയല്ല. ഈ കൈ അങ്ങോട്ട് കേട്ടിട്ടുണ്ടെങ്കിലുണ്ടല്ലോ. വാ. ഭാഗ്യം, നമ്മുടെ സമയത്തിന് അതേ ബസ് വന്നു. ചെറുവത്താണി ഒന്ന് വേഗം ഇറങ്ങി, ഞങ്ങൾക്ക് കേറണം. മോളെ മോളെ തെച്ചിക്കാട്ടിലെ അച്ചൻകുട്ടി സാറിന്റെ പെങ്ങളല്ലേ? മോളെ ഒന്ന് ചോദിക്കട്ടെ. എന്താ ഇത്? എനിക്ക് ബസ്സിൽ പോണം. അത്രയും വേഗം കേറ്. ഒന്ന് വീടോ, എനിക്ക് പോണം. ഞാൻ കുറെ ദൂരത്ത് വരികയല്ലേ മോളെ? എന്തായി കാണിക്കണേ? ഏതായി തള്ളാ? ബസ് പോയി. ആ ബസ് പോട്ടെ, ഇനിയും വരും. തെച്ചിക്കാട്ടിലെ അച്ചൻകുട്ടി സാർ ഇപ്പൊ എവിടെ ഉണ്ട് മോളെ? അതെ, ഞാൻ ഹെഡ് കോൺസ്റ്റബിൾ ധർമ്മന്റെ ഭാര്യ ശാരദ. നിങ്ങൾ ആരാ? ആ നായിന്റെ മോനുണ്ടല്ലോ, ഇവളുടെ ആങ്ങളാ. അവൻ കാരണം കണ്ണീര് കുടിക്കേണ്ടി വന്ന ഒരു സാധുവാണ് ഞാൻ. എന്റെ മോന് വില്ലേജ് ഓഫീസിൽ ജോലി വാങ്ങി കൊടുക്കാന്നും പറഞ്ഞ് എന്നെ കൊണ്ട് ആകണ്ടായിരുന്ന 6.5 സെന്റ് പണയം വെപ്പിച്ചിട്ട് 5000 ഉറുപ്പിക കൊണ്ട് ആ കാലമാടം പോയത്. ഒരാണും തുണയില്ലാത്ത എന്റെ ഗതി എന്താണെന്നറിയോ? ഇപ്പൊ കിടപ്പാടം വിട്ട് നടു റോഡിലേക്ക് ഇറങ്ങേണ്ടി വരും. അല്ല, അതൊക്കെ ഇപ്പൊ ഈ കുട്ടിയോട് പറഞ്ഞിട്ട് എന്താ? പിന്നെ എന്റെ തലോടാണ് പറയേണ്ടത്. ഓടപ്പുറം എച്ചിത്ര ഇവളും കൂടെ അറിയണം. അറിഞ്ഞിട്ട് ഒരു പരിഹാരം ഉണ്ടാക്കണം. വലിയ പൗര രാവിലെ തന്നെ സാരിയെ ചുറ്റി ഇറങ്ങണുണ്ടല്ലോ. ഇത്രയും നാളാ തെണ്ടീനും തപ്പി നടന്നു ഞാൻ. മാഷിയിട്ട് നോക്കിയിട്ട് കിട്ടിയില്ല. വീടും വിലാസവും കിട്ടിയത് ഇപ്പഴാ. ഇനി ഞാൻ അങ്ങോട്ട് വരും. ഭാർഗവേ ശരിക്കും അറിയില്ല നിനക്ക്. വന്ന എന്റെ പൈസയും പിടിച്ചിട്ടേ ഭാർഗവി പോവൂ. എന്താ പ്രശ്നം? ഒന്നുമില്ല, പയങ്കൊളത്തൊരു മച്ചിക്കേ പേറ്റ് നോവ്. ആ പേരെടുക്കാൻ പോണ്ട കാര്യത്തിനെ പറ്റി പറഞ്ഞതാ. എന്താടാ, നീയും പോരുന്നോ? അല്ല പിന്നെ